ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ഗാർഡനിങ് ആണ്. ഓക്കെ, ഗാർഡനിങ്ങിൽ കുറച്ച് നമ്മൾ അവിടുന്ന് കടയിൽ നിന്ന് ഇച്ചിരി മണി പ്ലാന്റ് വാങ്ങിയായിരുന്നു. ഇതല്ലേ ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധാ മണി പ്ലാന്റ്. ഈ മണി പ്ലാന്റ് ഉണ്ടോ, ഈ മണി പ്ലാന്റ് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇത് കുറേ ഉണ്ട് നമ്മുടെ അപ്പം അത് നമ്മൾ ഇച്ചിരി കൂടി വേറെ ഡിവൈഡറാക്കി മുറിച്ച് നമ്മൾ ഒരു 2-3 ഉണ്ട് ഇനി. അത് നമുക്ക് നടനെയാണ് കാര്യം. ഓക്കെ, ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് അതിനുള്ള പരിപാടിയൊക്കെ നോക്കാം. പോയി സനപ്പനുണ്ട് ഗൈസ്. നമുക്ക് ഓക്സിജൻ പ്ലാന്റ് ഉണ്ട് ഇവിടെ. ഇനി വെള്ളമൊക്കെ വെച്ച് റെഡിയാക്കണം ഓക്സിജൻ പ്ലാന്റിനെ. നമുക്ക് നമ്മുടെ ഈ ചകിരിച്ചോറ്, ഓക്കെ, നമുക്ക് ഈ ചകിരിച്ചോറ് മൊത്തം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇച്ചിരി ചകിരിച്ചോറ് ഇടുക ഫ്രണ്ട്സ്. നമ്മളിത് ചകിരിച്ചോറ് വെറും ചകിരിച്ചോറ് മാത്രമല്ല, ഇതിൽ നമ്മൾ ഇതിൽ നമ്മൾ മണ്ണ്, പൂഴി, ചകിരിച്ചോറ് ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു വളമാണ് നമ്മളിത് ഇടുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. ക്യാമറാനെ അവിടെ കോപ്പറായി കാണിക്കുന്നുണ്ട്, അതാണ് നമ്മൾ ചിരിക്കുന്നത്. ഗൈസ് ഇതെങ്ങനെയാണ് ഗൈസ് നടന്നത്? എവിടെ? ഓക്കെ, നമുക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനെ ആടാം. ഓക്കെ, അടുത്ത് നമുക്ക് ഇവിടെ ആടാം. ഇതിൻ്റെ വെച്ചാൽ തിക്കായിട്ട് ഇങ്ങനെ വരും. അതാണ് പടർന്ന് പിടിക്കത്തില്ല ഈ സാധനം. നമ്മുടെ ഈ മണി പ്ലാന്റ് എന്ന് വെച്ചാൽ പടർന്ന് പിടിക്കില്ല, പക്ഷെ തിക്കായി നല്ല തിക്കായിട്ട് വരും. പറഞ്ഞമല്ലോ. അതെ, നമ്മുടെ അസിസ്റ്റന്റ് വെള്ളവും കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിതിങ്ങനെ തളിച്ചൊന്ന് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കാം. ഇത്രയും മതി. ഓക്കെ, നമുക്കിനി ഈ താലം ഇങ്ങോട്ട് എടുക്കാം. ഇവിടെ ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ ഇരിപ്പടം. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇരിപ്പടം ആക്കിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഒരു കാര്യം. റോസാപ്പൂവിൻ്റെ മുഖത്ത് വെള്ളം വീണാൽ ചീഞ്ഞു പോകുമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ എല്ലാത്തിലും വെള്ളം അടിച്ചു. പൂവിനും ചെടിക്കൊക്കെ ഒരു തണുപ്പ് കിട്ടുന്നത് വെച്ച് ഇലയിലും പൂവിലും അടിച്ചു കൊടുത്തു. അതോടെ നമ്മുടെ റോസാപ്പൂ എല്ലാം ചീഞ്ഞു പോയി ഗൈസ്. തൈയല്ല, പൂ ചീഞ്ഞു പോയി. ഇനി നമുക്കൊരു ഒരു കാര്യത്തിന് ഇരിക്കുകയാണ് അവിടെ. കാണിച്ചു തരാം. ഒരു കോഴിക്കുട്ടി ഒരു സംഭവം ഇരിക്കുകയാണ് ഗൈസ്. അവളെ കാണിച്ചു തരാം നമ്മൾ. ആള് കണ്ടാൽ കുഞ്ഞാണ് ഗൈസ്, പക്ഷെ ആള് സൂപ്പറാണ് ഗൈസ്. അവനവിടെ നിന്ന് ഊഞ്ഞാലടിയാണ് ഗൈസ്. ഇവിടെ ഒരാളിതേ പൊരുന്ന ആയിട്ടുണ്ട്, കണ്ടോ? നമ്മൾ പമ്പിനാണ് പൊരുന്നയായിരിക്കണത്. ഇവിടെ കണ്ടാൽ നിസാരം ഒരു 4 മുട്ടയോ 3 മുട്ടയോ വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ വെച്ചിരിക്കണത് 7-8 മുട്ടയാണ് നമ്മൾ ഇവൾക്ക് അട വെച്ചിരിക്കണത്. ഓക്കെ, പിന്നെ ഇന്ന് നമ്മൾ ടർക്കി മുട്ടയിട്ടായിരുന്നു. ഓക്കെ, ടർക്കി മുട്ടയിട്ടായിരുന്നു ഇന്ന്. ഇനി അടുത്ത ആഴ്ച ഇടും മുട്ട. സൂപ്പറല്ലേ മീസ്? ഓക്കെ, ഇവള് പക്ഷെ കൊത്തത്തൊന്നുമില്ല. അപ്പോൾ കൊത്തത്തൊന്നുമില്ല ഗൈസ്. അങ്ങനെ സാധാരണ മറ്റേ പൊരുന്ന കോഴികളെ പോലെ കൊത്തത്തൊന്നുമില്ല നമ്മളെ. പിന്നെ ഇങ്ങോട്ട് വാ ഗൈസ്. മീസ് ആള് നല്ല ക്ഷീണത്തിലാണ്. എഴുന്നേക്കണ്ട ഗൈസ്. ഇവിടുത്തെ ഞാനൊരു ആനപ്രേമി ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആനേനെയാണ്. ഞാൻ ഇങ്ങനെ പ്ലേറ്റ് അടിച്ചു ഗൈസ്. ബോക്സ് കൊണ്ടാണ് ഈ പ്ലേറ്റ് ഉണ്ടായി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് നമ്മൾ പ്ലേറ്റ് അടിച്ചു. പൊളിയല്ലേ ഗൈസ്? പിന്നെ അത് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ. തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ എന്നാണ് ഇട്ടിരിക്കണേ. ഞങ്ങൾക്ക് ഈ രണ്ടാന ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. തെച്ചിക്കോട്ടുകല്ലുള്ള ആനകൾ മാത്രമേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ ഗുരുവാർക്കേശവനും. അത്രയ്ക്ക് വലിയ ആനപ്രാന്തന്മാരാണ് ഗൈസ് ഞങ്ങൾ. ഇതാണ് നമ്മുടെ രണ്ടുപേരുടെയും പാപ്പാൻ വടി എന്ന് പറയണത് ഗൈസ്. നമ്മുടെ പാപ്പാൻ വടി. നമ്മുടെ ഗാർഡൻ ഇങ്ങനെ ദൂരത്ത് കാണാൻ വല്ലാത്ത രസമാണ് ഗൈസ്.
പപ്പായ ഗൈസ് പപ്പായ കുറേ ആയി ഗൈസ്. ഇഷ്ടംപോലെ പപ്പായ ആയിട്ടുണ്ട്. ഹായ്, ഞാൻ ആദ്യം കണ്ടായിരുന്നു, ഇത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴാണ് ഗൈസ് കണ്ടത്. കുറേ പപ്പായ കണ്ടായിട്ടുണ്ട് ഗൈസ്. ഇനി ഞങ്ങൾക്ക് എന്നും പപ്പായക്കാരനായിരിക്കും. മിക്ക ആൾക്കാരും എന്നും ഒരേ കാര്യമാണെന്ന് വെച്ചാൽ പെട്ടെന്നായിരിക്കും. അയ്യോ ഞാൻ ഇന്നും അതാണല്ലോ എന്ന്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഈ കഴിഞ്ഞ ആഴ്ച മൊത്തം ഞങ്ങളുടെ വീട്ടിൽ പുട്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി എനിക്ക് പുട്ട്. ഇനി പുട്ടും മീൻകറിക്ക് വരും, പുട്ടും പപ്പരങ്ങാത്ത വരണമായിരിക്കും. ഓക്കെ വാ ഗൈസ്. സംഭവം കാണിച്ചു തരാം. നിക്ക് ഗൈസ്, ഈ ഒരു ചെടി കണ്ടോ? ഈ ചെടി കണ്ടല്ലോ. ഇനി ഇങ്ങോട്ട് വാ. അതിൻ്റെ തന്നെ കുറച്ച് തൈകൾ നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. 4 തൈകളാണ് നമുക്കുള്ളത് ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. ഇവിടെ പിന്നെ നമ്മുടെ കാന്താരി ഉണ്ട്. എൻ്റെ ചെറിയൊരു വരുമാന മാർഗ്ഗമാണ്, എൻ്റെ ഒരു വരുമാന മാർഗ്ഗമാണ് കാന്താരി. ഈ പൈസ കൊണ്ട് ഞാൻ ഒന്നെങ്കിൽ കോഴിത്തീറ്റ വാങ്ങും, അല്ലെങ്കിൽ അമ്മക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ പുതിയ ചെടികൾ വാങ്ങും. അങ്ങനെയാണ് ഞാൻ. കഴിഞ്ഞ ദിവസം കാന്താരി കൊടുത്ത് എനിക്ക് ഏതാണ്ടും 60 രൂപ എങ്ങനെ കിട്ടി. അത് വെച്ച് ഞാൻ നല്ലൊരു ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സൂപ്പർ അല്ലേ ഗൈസ് നമ്മുടെ കാന്താരിതെ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, ലവ് യു ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.